രാവിലെ ഞങ്ങൾ ചെറിയൊരു കറക്കത്തിനിറങ്ങുക. വേറെ ഒന്നുമില്ല, ഡൽഹി ട്രിപ്പിന് ശേഷം ഞങ്ങൾ അടുത്തൊരു ചെറിയൊരു ട്രിപ്പ് ഫാമിലി ആയിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം കൂടെ ചെറിയൊരു മേക്ക് ഓവറായിട്ട് ഇറങ്ങിയതാണ്. വൈഫിനും കുഞ്ഞിനും എനിക്കൊക്കെ ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ആവുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മുടെ HMC ചെല്ലുമ്പോഴത്തേനും അവിടെ നോക്കുമ്പോഴും മരങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഇടയിൽ കൂടെ ജഡായി പാറ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ HMCയുടെ അകത്ത് കയറി കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നേരെ ഏസ്റ്റൂട്ടൻ്റെ മുടിയൊക്കെ വെട്ടാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും പുൽക്കൂടും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവർ വെച്ചേക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേനും വൈഫിൻ്റെ മുടി വെട്ടാൻ വേണ്ടി അടുത്ത ക്യാബിലോട്ട് കയറാൻ പോകും. അതൊക്കെ കഴിഞ്ഞ് അവളുടെയും മുടിയെല്ലാം വെട്ടി പിന്നെ ഒരു സൈഡിൽ ഞാനിരുന്നു. പിന്നെ നേരെ എൻ്റെ മുടിയും താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ശിവണ്ണ ഒരു സൈഡിൽ കൂടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട്. അതെല്ലാം കഴിഞ്ഞ് ഓരോ സൈഡിൽ നിന്ന് ശിവണ്ണൻ്റെ വക താജ്മഹൽ പണിഞ്ഞ് എന്നെ സുന്ദരനാക്കലാണ് മെയിൻ പരിപാടി. മുടിയുടെ പരിപാടി കഴിഞ്ഞ് നേരെ താടിയിലേക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് ശിവണ്ണ. നേരത്തേക്ക് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഈസൂട്ട് അവിടെ ഒരു പുൽക്കൂട്ടിലോ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു. പിന്നെ അവിടെ നിന്ന് ഡാൻസ് കളിയും പരിപാടിയൊക്കെ തുടങ്ങി. നേരത്തേക്ക് ഞാൻ മുടിവെട്ടായിരുന്നപ്പോഴത്തേനും പിന്നെ വൈഫിൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഇരുന്നത്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവൾ ക്യാബിൻ്റെ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും ശുഭണ്ണ അവിടെ ഫയർ ഡാൻസിന്റെ ഷോ പോലെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് അതെല്ലാം കഴിഞ്ഞ് എന്നെ സുന്ദരനാക്കി ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാം. അവിടെ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എൻ്റെ വീട്ടിലോട്ടാണ് ഇനി പോകേണ്ടത്. ചെപ്സിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് പോയത്. കാരണം വേറെ എങ്ങും ഇറങ്ങാൻ സമയമില്ലായിരുന്നു. നേരെ വീട്ടിൽ ചെന്ന് കയറി വണ്ടിയെല്ലാം കയറ്റി പാർക്ക് ചെയ്തതിന് ശേഷം ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എത്തിക്കാൻ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും തിരിച്ച് വീണ്ടും ഞങ്ങൾ അവിടെ ഇറങ്ങി. കാരണം ഇനിയിപ്പോൾ ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെയാണ്. അങ്ങനെ പിന്നെ വണ്ടിയെല്ലാം തിരിച്ച് പിന്നെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ അഞ്ചലോട്ട് പോയി. നേരെ ട്രെയിൻസിൽ ചെന്ന് വണ്ടിയെല്ലാം കയറ്റി ഇട്ടിട്ട് നേരെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ നോക്കി ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുക്കാനും തുടങ്ങി. നേരത്തേക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ മിറർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പിന്നെ ഓരോ സൈഡിൽ കൂടെ ഒക്കെ നോക്കി ഓരോരുത്തർക്ക് വേണ്ട സാധനമൊക്കെ എടുത്തു. ഞാൻ പിന്നെ നേരെ മുകളിൽ പോയി എനിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നോക്കി. ഞങ്ങൾ പിന്നെ താഴേക്ക് വന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കി. അത് കഴിഞ്ഞ് എടുത്ത ഡ്രസ്സെല്ലാം നേരെ വണ്ടി കൊണ്ട് വെച്ച് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ചെറിയൊരു ഗെയിമിങ് കൂടെ ഉണ്ട്. കാരണം ഈ കാണുന്ന കപ്പ് അതേപോലെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ആ റെഡ് കപ്പാണ് ഒരേ ലെവലിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിക്കുമ്പോഴത്തേന് ഒരു ഗിഫ്റ്റ് പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ ആ സാധനം ഈസൂട്ടനിലേക്ക് കൊടുത്തു. ഈസൂട്ടൻ അതും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചവിടുന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി അങ്ങ് വിട്ട്. അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴോ അടക്കുന്ന സിഗ്നൽ. അങ്ങനെ ഒരു കുറച്ചു നേരം സിഗ്നലിൽ പെട്ട് അതും കഴിഞ്ഞ് പിന്നെ നേരെ കടക്കിലോട്ട് ഞങ്ങൾ അങ്ങ് വിട്ടു വണ്ടി. നേരെ പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള വഴി ഇറങ്ങി ചെന്ന് വീടിൻ്റെ അവിടെ ചെന്ന് ഗേറ്റും എല്ലാം തുറന്ന് നേരെ വണ്ടി അകത്ത് കയറ്റിയിട്ട് ഇനിയിപ്പം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒതുക്കുകയും വേണം. അടുത്ത ട്രിപ്പിനുള്ള പരിപാടികളുള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുകയൊക്കെ വേണം. ട്രിപ്പ് പോകുന്ന സ്ഥലമൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇനിയും വരുന്നതാണ്. അത് കണക്ക് നമ്മളെ മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം.